ഹലോ, എന്താണ് ഹാല്? സുഖമല്ല എല്ലാവർക്കും? നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. എന്താണെന്നറിയില്ലട്ടോ, ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഒരു മടികൾ തോന്നും. പക്ഷെ ഞാൻ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല കുട്ടിയാവാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ആ ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ഇഷ്ടമായി, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഒരു മാനസിക സന്തോഷം എങ്ങനെയെന്ന് അറിയാം. അങ്ങനെ തന്നെ. അപ്പോൾ അന്നത്തെ വീഡിയോൻ്റെ താഴെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തത് ഇനി അടുത്തതൊരു മന്തി ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അത്ര എളുപ്പമാണ്. പിന്നെ അതുപോലെ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. ഇപ്പം ഞാനത് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കണ്ണടച്ചുണ്ടാക്കൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞപ്പോൾ താളത്തിൽ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ എപ്പോഴും പറയാം, പ്രത്യേകിച്ച് തുടക്കക്കാരൊക്കെ ആദ്യം എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക. നല്ല അലർജി പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന് ക്വാണ്ടിറ്റി എപ്പോഴും ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കി നോക്കി ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കി പിന്നെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇപ്പം നിങ്ങൾ എപ്പോഴും കുക്ക് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ഇതൊന്ന് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണി പോട്ടിൽ സെയിം മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അപ്പോൾ അതറിയാലോ, അപ്പം ചിക്കൻ എത്ര വെന്തു അല്ലെങ്കിൽ അരി എങ്ങനെ ആയി എന്നുള്ളതൊക്കെ അറിയാലോ. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ തുടക്കക്കാർക്കാണ്. നിങ്ങളെ ഇത് ഫസ്റ്റ് റെസിപ്പി ആയിരിക്കും, ഫ്ലോപ്പ് ആവാത്ത ഫസ്റ്റ് റെസിപ്പി ആവട്ടെ ഇത്. അപ്പോൾ ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മിനിമം ഇതെങ്കിലും വേണം, അല്ലെങ്കിൽ ഒട്ടും തീരെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചിക്കൻ ഇപ്പം തന്നെ മാരിനേറ്റ് ചെയ്യണേ. ലൈക്ക് ഒരു ഹാഫ് ആൻ അവറൊക്കെ ഞാൻ ഇപ്പോൾ വെക്കണുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ചിക്കൻ നിങ്ങൾ തലേന്നൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വോട്ടെവർ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ അത്രയും അടിപൊളിയായിരിക്കും, അത്രയും സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഞാൻ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും, നമ്മുടെ മാഗി ക്യൂബിന്റെ ഒരു പീസും ചേർക്കുന്നുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല, ഞാനത് വാങ്ങിച്ച മന്തി മസാലയാണ് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ജീരകം പൊടിച്ചത് വേണം, അത് 1/2 ടേബിൾ സ്പൂൺ ചേർക്കണേ. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും, ഒരു 1/4 കപ്പ് ഓയിൽ. 1/4 കപ്പ് തികച്ച് വേണ്ട കേട്ടോ, അതിൽ നിന്ന് കുറച്ചുകൂടി കുറച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായി തിരുമ്മി പിടിപ്പിക്കുക. അപ്പോഴാണ് ഉപ്പിട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്ന് ഉപ്പും ചേർത്ത് നമുക്ക് നമ്മുടെ ചിക്കനും ചേർക്കാം. ചിക്കൻ ഒരു 1/2 കിലോ, ചിലപ്പോൾ 1/2 കിലോനേക്കാളും കുറച്ചുകൂടി മേലെ കയറി നിൽക്കും. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തില്ല. നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് കുറച്ചിനി വെള്ളം കൂടി ഒഴിക്കണം, ഒരു തുള്ളി. ചിക്കനിന്ന് വെള്ളം ഇറങ്ങുകയെ, അതുകൊണ്ട് സൂക്ഷിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ അതുപോലെ തെളിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്ന, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് വെള്ളം. ഓക്കെ, നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടോ, ഒറ്റ വിസില്. മൂവി പോലെ എടുക്കുന്നത്, ഇത് ലോങ് വീഡിയോ ആണ്, അതുകൊണ്ടാണ് മൂവി പോലെ എടുക്കുന്നത്. ഓക്കെ, ഡു യു ലൈക്ക് മന്തി? ഇവൻ്റെ ഫേവറേറ്റ് ഫുഡാട്ടോ മന്തി. ബിരിയാണി ഒന്നും ഉണ്ടാക്കിയാൽ മൂപ്പര് അത്രയും കഴിക്കൂല, പക്ഷെ മന്തി ആണെങ്കിൽ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എവിടെ നിന്റെ ഗ്ലാസ്? എവിടെ ഗ്ലാസ് ഇട്ടിട്ടു? തുടങ്ങിയ മുതൽ കാണുന്നുണ്ടല്ലോ ഇവിടെ ഒരു പാത്രം, ഇതിൽ വെള്ളമാണ് കേട്ടോ. ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിരിക്കുകയാണേ, ചൂടാക്കിയിട്ടില്ല, ഇനി ചൂടാക്കാൻ പോകണുള്ളൂ. ഇത് നമ്മൾ വെക്കുന്ന ആ സമയത്ത് തന്നെ അത് ഓണാക്കിയാൽ മതി. ചിക്കൻ സത്യം പറഞ്ഞാൽ മെയിൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുക്കറിൽ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ, റൈസ് വെന്ത് കഴിഞ്ഞാൽ ഒപ്പിടുക, ദമ്മിടുക, ബിരിയാണി റെഡി. സോറി, മന്തി റെഡി. എന്ത് രസം, എന്ത് രസം. അരിനേക്കാളും 2 ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ടകറാമ്പൂ ഏലക്കായും പിന്നെ ഈ നാരകം ഒന്ന് പൊട്ടിച്ചിരുന്നത് നല്ലതാട്ടോ. പിന്നെ കുറച്ച് ഉപ്പും വളരെ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തേക്കണ്. മിനിമം 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം കേട്ടോ അരി. ഞാനൊരു 80% എന്നല്ല പറയാം, ഞാൻ നന്നായി വെന്തിട്ട് അരി എടുക്കണം എന്ന് പറയാം കേട്ടോ. പിന്നെ ഞാനത് എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ്, യെല്ലോ കളർ റൈസ്. ഓക്കെ, ചിക്കൻ പകുതി വെന്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലത്തെ ഗ്രേവി കുറച്ചങ്ങ് മാറ്റി വെക്കണേ. എന്നിട്ട് നല്ലോണം വെന്ത
ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. യെല്ലോ കളർ മന്തി റൈസാണ് ഞാൻ എപ്പോഴും മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. നമ്മൾ മാറ്റി വെച്ച ഗ്രേവിയില്ലേ അത് നമുക്ക് ചോറിന്റെ മുകളിലൂടെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് പച്ചമുളകൊക്കെ കുത്തിയിട്ട് നമുക്കിതൊന്ന് പുകപ്പിച്ചെടുക്കാം കേട്ടോ. പുക വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, വേഗം മൂടിക്കോ, വേഗം മൂടി വെച്ചിട്ട് എന്നിട്ട് സ്റ്റവ് കത്തിച്ചിട്ട് വേഗം സ്റ്റൗവിലേക്ക് വെച്ചോ. ഒരു കാര്യം കൂടെ, ഞാൻ പല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് പല റെസിപ്പീസ് ട്രൈ ചെയ്ത് അവസാനം എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടൊരു റെസിപ്പി ആയിട്ട് എൻ്റെ പരീക്ഷണശാലയിൽ ഉടലെടുത്ത ഒരു മന്തിയാണ് ഈ മന്തി. അപ്പോൾ നിങ്ങൾ സാധാ മന്തി വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്, കാരണം അത് ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മന്തിയാണ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ കൊടുത്താൽ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിന് നിങ്ങൾ നാസ് മന്തി എന്ന് പേരിട്ടോ, ഇഫ ചിക്കൻ്റെ പേരിട്ട പോലെ ഇഫാന്ന് പേരിടാന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ, നാസ് മന്തി എന്ന് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. കാരണം ഇത് സാധാ മന്തി അല്ല, ഇതിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാവും, ഒരു ഫ്ലേവർ ഉള്ള. അതായത് സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം മന്തിക്കൊന്നും അങ്ങനെ ഈ ഒരു മസാല ഒന്നും നമ്മൾ ഇല്ലല്ലോ, വളരെ ലൈറ്റ് മസാല ഇല്ല. പക്ഷെ ഇതിനൊരു ചെറിയ മസാലയും ഫ്ലേവറൊക്കെ ഉള്ള ഒരു റൈസാണ്. ആൻഡ് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോ ആണ് ലോങ് വീഡിയോ ആയിട്ട് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നു. സമയം എത്രയെന്ന് അറിയാം, 6, 7, 8, 9, 10, 11, 12, 13, 14. ഓക്കെ, 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ 2 വിസിൽ വന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇത് വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒന്നല്ലെങ്കിൽ 2 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ കുക്കർ നല്ല കുട്ടിയായിട്ട് കറക്റ്റ് 2 വിസിൽ തന്നിട്ടുണ്ട്. ചിലപ്പോൾ തീരെ അനുസരണമില്ലാത്തൊരു സാധനമാണ്, വിസിൽ വരാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ. വിസിൽ പോയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇത് നല്ല തുറക്കാം. എന്താ സോഫ്റ്റ് ഉണ്ടോ റൈസ്, കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, റൈസ് ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടും പറഞ്ഞില്ലേ. കണ്ട നല്ല സോഫ്റ്റായിട്ട് റൈസ് കിട്ടും. അതാണ് കുക്കറിൽ വെച്ചാലൊരു ഗുണം. ചിക്കനൊന്നും അടിയിൽ പിടിച്ചിട്ടില്ല, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അടി പിടിക്കൂല പറഞ്ഞില്ലേ, കണ്ടോ? പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് അല്ലടാ കുട്ടാ. ചിക്കൻ മൊത്തം വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ആ റൈസ് മൊത്തത്തിൽ നമുക്കൊന്ന് ഇളക്കാം കേട്ടോ. എന്നിട്ട് വിളമ്പിയാൽ മതിയെ, അല്ലെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോകും. കാരണം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും കേട്ടോ. ഇങ്ങോട്ട് നോക്കി എന്താ റൈസ്, അടിപൊളിയാട്ടാ. കൈ കൊണ്ട് തൊടാൻ പറ്റുന്നില്ല ചൂടായതുകൊണ്ട്, അതുകൊണ്ടാണ് ആ കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചിക്കൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ന്. കുറച്ച് പുതിയ ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം. ഇപ്പം നമുക്ക് ആ മയോണൈസ് കൂടെ കുഴച്ച് അങ്ങനെ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, പെർഫെക്റ്റ്. റൈസൊക്കെ എന്താ പറയുക, റൈസ് എന്തൊരു ടേസ്റ്റ് എന്നറിയോ. റൈസും എല്ലാം പെർഫെക്റ്റ്ലി കുക്ക്ഡ്, പെർഫെക്റ്റ്ലി ബാലൻസ് ആണ് നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം. എരിവ് ഏറിക്കൂല, ഒന്നും ഏറിക്കൂല. അതേപോലെ ഉണ്ടാക്കി വെക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കേണ്ട ഒരു സാധനമാണ് ഇത് എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ മറക്കണ്ട, എന്ത് മന്തി? നസ് മന്തി. അപ്പോൾ അടുത്തൊരു റെസിപ്പി, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തന്നെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്താ വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.